ഹലോ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ റീസെൻ്റ്ലി ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചിട്ടുള്ള കുറച്ച് സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് ആട്ടോ. ഞാൻ ഓൾമോസ്റ്റ് 3 മാസത്തോളമായി ഞാൻ എന്തെങ്കിലും മുഖത്തല്ലാണ്ട് യൂസ് ചെയ്തിട്ട് ഞാനൊരു ആക്നിയുടെ ട്രീറ്റ്മെൻറ്റിലായിരുന്നുകൊണ്ട് തന്നെ ഡോക്ടർ തന്നിട്ടുണ്ടായിരുന്ന ഒരു ഓയിൻമെൻ്റ് അല്ലാതെ വേറെ ഒന്നും മുഖത്ത് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇനി ആക്ച്വലി യൂസ് ചെയ്യാൻ വേണ്ടി പ്രോഡക്റ്റ്സ് ഒന്നുമില്ല. സൺസ്ക്രീൻ പോലും ഞാൻ ഇടുന്നുണ്ടായിരുന്നില്ല. ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സാധനം അമ്മയ്ക്ക് കൊടുത്തു. അപ്പോൾ അമ്മയായിരുന്നു അത് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അത് കഴിഞ്ഞപ്പോഴത്തേക്കും പുതിയ കുറച്ച് സാധനങ്ങൾ മേടിച്ചു. അപ്പോൾ നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. പെയ്ഡ് പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല, കയ്യിലുള്ള പൈസ കൊടുത്ത് മേടിച്ച സാധനങ്ങളാട്ടോ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ ഒരു സൺസ്ക്രീനാണ്. ഡോട്ട് ആൻഡ് കീയുടെ തന്നെ സൺസ്ക്രീനാണ്. ഓൾമോസ്റ്റ് 2 ബോട്ടിലോളം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഇതേ സാധനം തന്നെയാണ്. എനിക്കിഷ്ടപ്പെട്ടു, കൊള്ളാം. വിറ്റമിൻ സിയുടെ സൺസ്ക്രീൻ. അപ്പോൾ അത് തന്നെ ഞാൻ പിന്നെയും മേടിച്ചു. അടുത്തതെന്ന് പറയുന്നത് ഈ ഒരു ഫേസ് വാഷാണ്. ഇത് ഞാൻ പുതിയതായിട്ട് ആദ്യമായിട്ട് യൂസ് ചെയ്യാൻ പോവാ. ഞാൻ ആദ്യം യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഡി ആക്നെ എന്ന് പറഞ്ഞിട്ടൊരു ഫേസ് വാഷ്. നല്ലതായിരുന്നു. പക്ഷേ ഇപ്പം ഞാനത് മേടിക്കാൻ നോക്കിയപ്പോഴത്തേക്കും ആ സാധനം ഇല്ല. ഇത് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചിട്ട് ഡെർമാക്കോയുടെ സാലിസിനമൈഡ് ആൻറ്റി ആക്നെ ഫേസ് വാഷ് അതാണ് മേടിച്ചത്. ഞാൻ മേടിച്ചിട്ടുള്ളൊരു സാധനം ഈ കൺസീലറാണ്. ഞാൻ പൊട്ടിച്ചൊക്കെ നോക്കിയതായിരുന്നു, പിന്നീട് എടുത്ത് പൊട്ടിക്കാത്തിട്ട് അടച്ച് വെച്ചതാണ് കൺസീലർ. ഇത് ഷെയ്ഡ് 7 ആട്ടോ. കാരമൽ ചാം എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാണ്. ആദ്യമായിട്ടാണ് വാങ്ങുന്നത്, യൂസ് ചെയ്തിട്ടില്ല. യൂസ് ചെയ്ത് നോക്കണം. ഫസ്റ്റ് ടൈം ഓണം സെലിബ്രേഷനൊക്കെ അല്ലേ, അപ്പോൾ എന്തായാലും നല്ലതായിട്ട് ഒരുങ്ങാമല്ലോ എന്ന് വിചാരിച്ച് മേടിച്ചൊരു സാധനമാണ്. മാസിൻ്റെ കാരമൽ ചാം എന്ന് പറയുന്ന ഷെയ്ഡാണിത്, കൺസീലർ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഡൗൺ ഡോക്കിൻ്റെ ഒരു സാലിസിലിക് ആസിഡ് സിറം ആട്ടോ. കാണാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു. സാലിസിലിക് ആസിഡ് സിറം ആണ് അടുത്ത മേടിച്ചിട്ടുണ്ടായിരുന്നത്. അതും ആക്നെ പ്രോൺ സ്കിന്നിന് പറ്റിയ സാധനമാണ്. പിന്നെ നെക്സ്റ്റ് മേടിച്ചിട്ടുണ്ടായിരുന്ന ഡോക്കിൻ്റെ തന്നെ ഒരു ഗ്ലൈക്കോളിക് ആസിഡ് ആട്ടോ. സ്കിൻ ബ്രൈറ്റനിങ്ങിനായിട്ടുള്ള പിഗ്മെൻറ്റേഷനൊക്കെ മാറാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്പ്രേ ടൈപ്പ് സാധനമാണ്. ഇത്രയും സാധനങ്ങളാട്ടോ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതിൻ്റെ ലിങ്കൊക്കെ ഞാൻ എവിടെയെങ്കിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തേക്കാം. കാരണം ലിങ്കായിട്ട് കാണിക്കാനുള്ള ഓപ്ഷൻ ഇരിക്കില്ല. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെയൊക്കെ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. ബൈ ഗൈസ്.